സെപ്റ്റംബർ 5-ന് കോക്രോച്ച് ജനതാ പാർട്ടി നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രതിഷേധ മാർച്ചിന് ഡൽഹി പോലീസ് അനുമതി നിഷേധിക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. കാരണം നിരോധനാജ്ഞ നിലനിൽക്കുന്നതും ജന്തർ മന്ദിറിൽ ഈ സംഘടന നേരത്തെ നടത്തിയ പ്രതിഷേധത്തിനിടെ ഉണ്ടായ ആക്രമണ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് കൂടുതൽ കർശനമായ നിലപാട് സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. സെപ്റ്റംബർ 5-ന് ഇന്ത്യ ഗേറ്റിൽ നിന്ന് ജയ്സിംഗ് റോഡിലുള്ള ഡൽഹി പോലീസ് ആസ്ഥാനത്തേക്ക് 2.5 കിലോമീറ്റർ നീളുന്ന മാർച്ച് നടത്തുമെന്നാണ് CJP പ്രഖ്യാപിച്ചത്. നീറ്റ് പരീക്ഷാ തയ്യാറെടുപ്പിനിടെ ആത്മഹത്യ ചെയ്തവരുടെ കുടുംബാംഗങ്ങൾ, വിദ്യാർത്ഥികൾ, യുവജന സംഘടനകൾ, ജൂലൈ മാസത്തെ സമരത്തിനിടെ പോലീസ് അതിക്രമങ്ങൾക്ക് ഇരയായെന്ന് ആരോപിക്കുന്നവർ എന്നിവർ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തേക്കും. എന്നാൽ മാർച്ചിന് അനുമതി തേടിക്കൊണ്ടുള്ള ഔദ്യോഗിക അപേക്ഷ CJP ഇതുവരെ സമർപ്പിച്ചിട്ടില്ലെന്നാണ് ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അവസാന നിമിഷം അനുമതി ചോദിച്ചു വന്നാൽ തരില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നാണ് ഡൽഹി പോലീസ് ഇപ്പോൾ വ്യക്തമായി തന്നെ പറയുന്നത്. അപേക്ഷ ലഭിക്കുകയാണെങ്കിൽ നിലവിലുള്ള സുരക്ഷാ സാഹചര്യങ്ങളും ക്രമസമാധാന നിലയും പരിഗണിച്ച് അത് പരിശോധിക്കുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമായി പറയുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം വൻ ജനക്കൂട്ടം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പോലീസ് തയ്യാറെടുപ്പുകൾ നടത്തുകയും സുരക്ഷാ ആവശ്യകതകളും അധിക സേനയെ വിന്യസിക്കേണ്ടതിന്റെ ആവശ്യകതയും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ജൂലൈ 20-ന് പാർലമെന്റിലേക്ക് നടത്തിയ മാർച്ചിൽ മധ്യ ഡൽഹിയിൽ പ്രതിഷേധക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായ സാഹചര്യത്തിലാണ് ഈ കർശനമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. പെലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചതടക്കം അമിതമായ പോലീസ് ബലപ്രയോഗം നടന്നുവെന്ന ആരോപണങ്ങൾ ഈ പ്രതിഷേധങ്ങൾക്കിടെ ഉയർന്നിരുന്നു. അതേസമയം പ്രതിഷേധക്കാരിൽ ചിലർ ആക്രമണത്തിലും സ്വത്തുക്കൾ നശിപ്പിക്കുന്നതിലും ഏർപ്പെട്ടതായി അധികൃതർ ആരോപിക്കുന്നുണ്ട്. ജൂലൈ 20-ലെ പ്രതിഷേധത്തിനിടെ ഉണ്ടായ പോലീസ് നടപടി പരിശോധിക്കുന്നതിനായി മുൻ ജഡ്ജി R. സുഭാഷ് റെഡ്ഡി അധ്യക്ഷനായ 5-അംഗ ഉന്നതതല സമിതിയെ സുപ്രീം കോടതി നിയോഗിച്ചിട്ടുണ്ട്. അമിത ബലപ്രയോഗം സംബന്ധിച്ച ആരോപണങ്ങളും പ്രതിഷേധത്തിനിടെ ഉണ്ടായ ആക്രമണങ്ങളെക്കുറിച്ചുള്ള എതിർ ആരോപണങ്ങളും ഈ സമിതി പരിശോധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൂലൈയിലെ സമരത്തെ തുടർന്ന് സർക്കാർ നൽകിയ ഉറപ്പുകൾ, പ്രതിഷേധക്കാർക്കെതിരായ FIR-കൾ പിൻവലിക്കണമെന്നതടക്കം പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് അതിന്റെ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സെപ്റ്റംബർ 5-ന് മാർച്ച് സംഘടിപ്പിക്കുന്നതെന്നാണ് CJP വ്യക്തമാക്കിയത്. നിശ്ചയിച്ചിട്ടുള്ള മാർച്ചിൽ പങ്കുചേരാൻ സംഘടന തങ്ങളുടെ അനുയായികളോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. അതേസമയം ജൂലൈ നടന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായി ഡൽഹിയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുന്ന ഡൽഹി പോലീസ് അനുമതിയില്ലാത്ത കൂട്ടം ചേരലുകളും ഘോഷയാത്രകളും വിലക്കിയിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും സംഘം ചേർന്നാൽ അവർക്കെതിരെ കേസെടുക്കാനുള്ള ഒരു നീക്കവും നിലവിലുണ്ട്.